പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എല്ലാവരെയും ഞാൻ NIS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിന്റെ കീഴിലുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NISന്റെ +2 SSLCയുടെ വൊക്കേഷണൽ വിഷയങ്ങളുടെ ഓൺലൈൻ ക്ലാസ് ആണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ചാപ്റ്റർ 3 ഡാറ്റ എൻട്രി ഓപ്പറേഷനിലെ ചാപ്റ്റർ 3യും അതേപോലെ തന്നെ ബേസിക് കമ്പ്യൂട്ടറും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും ഇതിന്റെ ചാപ്റ്റർ 4ഉമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് 632 കോഡ് നമ്പർ +2ന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൊക്കേഷണൽ വിഷയമാണ്. അതിൽ ചാപ്റ്റർ 3 ആണ്. ആ ചാപ്റ്ററിന്റെ പേരാണ് ബേസിക് ഓഫ് വേർഡ് പ്രോസസ്സിംഗ്. മൈക്രോസോഫ്റ്റ് വേർഡിനെ കുറിച്ചാണ്. ഇതേ ചാപ്റ്റർ കമ്പ്യൂട്ടർ ആൻഡ് ഓഫീസ് ആപ്ലിക്കേഷൻ കോഡ് നമ്പർ 631. ഇതിൽ ഏതെങ്കിലും ഒരു വൊക്കേഷണൽ വിഷയം നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി. +2 632 631 കുറച്ചുകൂടി ഈസി ആയിട്ടുള്ളത് 631 സിലബസ് കുറച്ച് കുറവാണ്. കണ്ടന്റ് ഏകദേശം ഒരേപോലെ തന്നെയാണ്. 10ാം ക്ലാസ്സിന് നല്ലത് ബേസിക് കമ്പ്യൂട്ടർ 608. അതിന്റെ പേര് ഡിജിറ്റൽ ഡോക്യുമെന്റേഷൻ. ബേസിക് ഓഫീസ് ആപ്ലിക്കേഷന്റെ ചാപ്റ്റർ ഓഫീസ് പ്രൊഡക്ടിവിറ്റി ടൂൾസ്. ഇത് മൂന്നും ഉദ്ദേശിക്കുന്നത് മൈക്രോസോഫ്റ്റ് വേർഡ് ആണ്. ഈ 3 സബ്ജക്റ്റിന്റെയും ചാപ്റ്ററിന്റെ പേര് മൈക്രോസോഫ്റ്റ് വേർഡ് ആണ്. അതിന്റെ മറ്റൊരു പേര് കൊടുത്തു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇത് കോമൺ ആയിട്ടാണ് ഞാൻ ഇത് പഠിപ്പിക്കുന്നത്. 10ാം ക്ലാസ്സിലും +2നും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ചാപ്റ്റർ മുതൽ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാമിന്റെ ഭാഗമാണ്. കമ്പ്യൂട്ടർ ലാബിൽ നിങ്ങൾ പരീക്ഷയ്ക്ക് പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് ചെയ്ത് കാണിക്കും. തിയറി പരീക്ഷയ്ക്ക് നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാവും. അതിന് പുറമെ കമ്പ്യൂട്ടറിൽ ചെയ്ത് കാണിക്കേണ്ട ഭാഗങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇവിടെ തിയറി മാത്രമാണ് ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. പ്രാക്ടിക്കൽസ് മറ്റൊരു വീഡിയോസിൽ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരുന്നതാണ്. ഇതിന്റെ ഗൈഡുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. മലയാളത്തിലും ഇംഗ്ലീഷിലുള്ള ഗൈഡുകൾ അവൈലബിൾ ആണ്. ആർക്കെങ്കിലും അത് ആവശ്യമുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഗൈഡുകൾ വീട്ടിലേക്ക് പോസ്റ്റ് വഴിയോ കൊറിയർ വഴിയോ അയച്ചു തരുന്നതാണ്. അപ്പൊ നമ്മുടെ വിഷയത്തിലേക്ക് വരിക. നമ്മുടെ ഈ ചാപ്റ്ററിൽ വരുന്നത് മൈക്രോസോഫ്റ്റ് വേർഡ്. സോഫ്റ്റ്വെയർ 2 രീതിയിലുണ്ട്. ഒന്ന് സിസ്റ്റം സോഫ്റ്റ്വെയറും 2 ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പെട്ട ഒരു സോഫ്റ്റ്വെയർ ഉൽപ്പന്നമാണ് മൈക്രോസോഫ്റ്റ് വേർഡ്. പിന്നെ എക്സൽ ഉണ്ട്, പവർ പോയിന്റ് ഉണ്ട്. അപ്പൊ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിലെ മൈക്രോസോഫ്റ്റ് വേർഡിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ചാപ്റ്റർ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ ഈ മൈക്രോസോഫ്റ്റ് വേർഡ് എന്നുള്ള ആശയം നമ്മൾ ഉപയോഗിക്കുന്നത് കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും ഒരു പാരഗ്രാഫ് ടൈപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ലെറ്റർ ടൈപ്പ് ചെയ്യാൻ, ഒരാളുടെ ഒരു ബയോഡാറ്റ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഒരു റിപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോളേജുകളിലും സ്കൂളുകളിലും നമ്മൾ പ്രൊജക്ട് റിപ്പോർട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ ഇങ്ങനെ ഒട്ടനവധി ആവശ്യങ്ങൾക്ക് മെർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനൊക്കെയാണ് മൈക്രോസോഫ്റ്റ് വേർഡ് നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നത്. ഇത് സാധാരണ കമ്പ്യൂട്ടറിന്റെ പവർ ബട്ടൺ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാല് നമ്മുടെ സ്ക്രീനിൽ കാണും. അതിൽ ഓപ്ഷൻ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ബട്ടൺ ആണ്. മൈക്രോസോഫ്റ്റ് വേർഡ് ഓപ്പൺ ചെയ്യേണ്ട ഓപ്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ഓൾ പ്രോഗ്രാം എന്നുള്ള ഓപ്ഷനിൽ പോകും. ഈ സ്റ്റാർട്ട് ബട്ടൺ കിടക്കുന്നത് കമ്പ്യൂട്ടറിന്റെ താഴെ ഭാഗത്താണ്, ലെഫ്റ്റ് സൈഡ് താഴെ സൈഡ്. സ്റ്റാർട്ടില് ഓൾ പ്രോഗ്രാംസ് എന്നുള്ള ബട്ടൺസിൽ പോവുക. അതിൽ MS ഓഫീസ് എന്നുള്ള ഓപ്ഷനിൽ പോവുക. അതിൽ MS വേർഡ്. ഇതാണ് മൈക്രോസോഫ്റ്റ് വേർഡ്. ഇത് പല വെർഷൻ ഉണ്ട്. 2008 ഉണ്ട്, 2013 ഉണ്ട്, 17 ഉണ്ട്. ലേറ്റസ്റ്റ് വെർഷനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഈ സ്റ്റെപ്പ് നിങ്ങൾ പഠിച്ചിരിക്കും. സ്റ്റാർട്ട്, ഓൾ പ്രോഗ്രാം, മൈക്രോസോഫ്റ്റ് ഓഫീസ്, അതിലാണ് മൈക്രോസോഫ്റ്റ് വേർഡ് എന്നുള്ള ഓപ്ഷൻസ് നമ്മൾ കാണുന്നത്. അപ്പൊ പരീക്ഷയ്ക്ക് തിയറി ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് വാട്ട് ഈസ് മൈക്രോസോഫ്റ്റ് വേർഡ്? എന്താണ് മൈക്രോസോഫ്റ്റ് വേർഡ് പ്രോസസ്സിംഗ് എന്നാൽ എന്താ? അപ്പൊ വേർഡ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നമ്മൾ കത്തുകള്, റിപ്പോർട്ടുകള്, പട്ടികകള്, ചാർട്ടുകള്, ബയോഡാറ്റകള്, മെമ്മോസ് ഇതൊക്കെ തയ്യാറാക്കുന്ന പ്രോസസ്സാണ് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് വേർഡ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യമാണ് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മൈക്രോസോഫ്റ്റ് വേർഡ്. ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ പ്രത്യേകത. MS വേർഡിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ?
ഒന്നാമത് സ്പെല്ലിങ്ങും വ്യാകരണവും ശരിയാക്കാൻ നമുക്ക് ഇതിൽ പറ്റുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു പാരഗ്രാഫ് ടൈപ്പ് ചെയ്തു, അല്ലെങ്കിൽ ഒരു ബയോഡാറ്റ ടൈപ്പ് ചെയ്തു, അല്ലെങ്കിൽ ഒരു പ്രൊജക്ട് വർക്ക് നമ്മൾ ഉണ്ടാക്കി, അതിൽ സ്പെല്ലിംഗ് ഗ്രാമർ മിസ്റ്റേക്കുകൾ നമ്മൾ കണ്ടുപിടിച്ച് അത് തിരുത്താനുള്ള ഓപ്ഷൻസ് മൈക്രോസോഫ്റ്റ് വേർഡിലുണ്ട്. രണ്ടാമത് ചിത്രങ്ങൾ, ഫോട്ടോകൾ പോലുള്ള മറ്റ് സോഫ്റ്റ്വെയറിൽ നിന്നുള്ള ഘടകങ്ങൾ ഉൾപ്പെടുത്താൻ കഴിയുന്നുണ്ട്. മൂന്നാമത് ഒന്നിലധികം വിൻഡോകൾ ഒരുമിച്ച് പ്രവർത്തിക്കാൻ മൈക്രോസോഫ്റ്റ് വേർഡ് സഹായിക്കുന്നുണ്ട്. നാലാമത് പറയുന്നത് മെയിൽ മെർജ് ഉപയോഗിച്ച് വളരെ വേഗത്തിൽ മെയിലിംഗ്, ലേബല്, മാസ് മെയിലിംഗ് മുതലായവ ചെയ്യാൻ സാധിക്കുന്നു. അഞ്ചാമത്തെ പറയുന്നത് പ്രൊഫഷണൽ ഡോക്യുമെന്റ്സ് വളരെ വേഗത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. ആറാമത് പറയുന്നുണ്ട് വലിയ ഡോക്യുമെന്റ്സ് വളരെ എളുപ്പത്തിൽ മാനേജ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഏഴാമത് പറയുന്നുണ്ട് പല വലിപ്പത്തിലും നമുക്ക് പ്രിന്റ് ചെയ്യാം. നമ്മൾ ടൈപ്പ് ചെയ്ത കാര്യങ്ങൾ നമുക്ക് പ്രിന്റ് രൂപത്തിൽ എടുക്കണമെങ്കിൽ പല വലിപ്പത്തിലും പല ഷീറ്റുകൾ A3 ആണോ A4 ആണോ അതൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ വേർഡ് ഡോക്യുമെന്റിൽ നമുക്ക് PDF, XPS ഫോർമാറ്റിൽ സേവ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇനി അടുത്ത ചോദ്യമാണ് വാട്ട് ഈസ് ഇൻസർഷൻ പോയിന്റ്? എന്താണ് ഇൻസർഷൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ? ഇൻസർഷൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ടൈപ്പിംഗ് ഏരിയയിൽ കാണുന്ന മിന്നിക്കൊണ്ടിരിക്കുന്ന ഒരു കറുത്ത വെർട്ടിക്കൽ ലൈനാണ്. നമ്മൾ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ലൈനുകൾ കാണും അല്ലെ, ഒരു കറുപ്പ് ലൈനുകൾ കാണും നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിന്റെ ഒപ്പം. അങ്ങനെ കാണുന്ന ലൈനാണെന്ന് പറയുന്നത് വെർട്ടിക്കൽ ലൈൻ. ഇങ്ങനെ ഈ രീതിയിൽ കാണാം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അതിനെയാണ് ഇൻസർഷൻ ലൈൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം വാട്ട് ഈസ് മൗസ് പോയിന്റർ? എന്താണ് മൗസ് പോയിന്റർ എന്ന് പറയുന്നത്? കമ്പ്യൂട്ടർ മോണിറ്ററിൽ മിന്നിക്കൊണ്ടിരിക്കുന്ന പ്രത്യേകതരം ചിഹ്നമാണ് മൗസ് പോയിന്റർ എന്ന് പറയുന്നത്. ഒരു ആരോ മാർക്ക് മോഡലിൽ നമ്മളിങ്ങനെ കാണാം, ഇതേപോലെ ഇങ്ങനെ കാണാം. ഇത് നമ്മുടെ മൗസ് ഉപയോഗിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുകയാണ് ചെയ്യുന്നത്. മൗസിന്റെ പ്രവർത്തനം അനുസരിച്ചിട്ടാണ് മൗസ് പോയിന്റർ ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യമാണ് വാട്ട് ഈസ് എൻഡ് ഓഫ് ഡോക്യുമെന്റ് മാർക്കർ? എന്താണ് എൻഡ് ഓഫ് ഡോക്യുമെന്റ് മാർക്കർ എന്നാണ് ഉത്തരം. ഒരു ഡോക്യുമെന്റിന്റെ അവസാനം കാണുന്ന ഒരു ചെറിയ ലൈനാണ് എൻഡ് ഓഫ് ഡോക്യുമെന്റ് മാർക്കർ. ഒരു ഡോക്യുമെന്റിന്റെ അവസാനം എന്നത് ഈ അടയാളം കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ എൻഡ് ഓഫ് ഡോക്യുമെന്റിന്റെ അവസാനം. വാട്ട് ഈസ് മെനു? എന്താണ് മെനു എന്നാൽ എന്താണ്? അതിന്റെ ഉത്തരം തെരഞ്ഞെടുക്കാവുന്ന രീതിയിലുള്ള ഘടകങ്ങളുടെ ലിസ്റ്റാണ് മെനു എന്ന് പറയുന്നത്. മെനുവിലുള്ള ഐക്കണുകളിൽ നിന്ന് ഒന്ന് തെരഞ്ഞെടുക്കാൻ സംവിധാനമുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അടുത്ത ചോദ്യമാണ് വാട്ട് ആർ ദ സ്റ്റെപ്പ് ടു പ്രൊട്ടക്ട് എ ഡോക്യുമെന്റ് ഫ്രം ആക്സസിങ്? ഒരു ഡോക്യുമെന്റിനെ മറ്റുള്ളവരിൽ നിന്നും എങ്ങനെ സംരക്ഷിക്കും എന്നതാണ് ഉത്തരം. മറ്റു ആളുകൾ നമ്മുടെ ഡോക്യുമെന്റിൽ കയറാതിരിക്കാനായി ഒരു പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്യണം എന്നതാണ്. ഫയൽ തുറന്നിട്ട് ഓഫീസ് ബട്ടണിൽ സേവ് ആണ് തിരഞ്ഞെടുക്കേണ്ടത്. ടൂൾസ് ടാബ് നമുക്ക് ക്ലിക്ക് ചെയ്യാം, ഒരു സബ് മെനു തുറക്കും. രണ്ടാമത് പറയുന്നത് ജനറൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ സേവ് ഡയലോഗ് ബോക്സ് തുറക്കും. അവിടെ രണ്ട് ബോക്സ് കാണാം, ഒന്ന് പാസ്വേഡ് ടു ഓപ്പൺ, രണ്ട് പാസ്വേഡ് ടു മോഡിഫൈ. മൂന്നാമത് പാസ്വേഡ് ടു ഓപ്പൺ എന്നിടത്ത് പാസ്വേഡ് അടിച്ചു കൊടുക്കുക, എന്നിട്ട് പാസ്വേഡ് കൺഫേം ചെയ്യും. അടുത്ത തവണ ഫയൽ തുറക്കുമ്പോൾ പാസ്വേഡ് കൊടുത്താൽ മാത്രമേ തുറക്കാൻ പറ്റുള്ളൂ. ഇനി അടുത്ത ചോദ്യമാണ് റൈറ്റ് എനി ടു യൂസസ് ഓഫ് റൂളേഴ്സ്. റൂളേഴ്സിന്റെ രണ്ട് ഉപയോഗം എഴുതാൻ. ഞാൻ ടൈപ്പ് ചെയ്യുമ്പോൾ നീളം, വീതി മുതലായ അളവുകൾ കാണിക്കുന്നുണ്ട്. മാർജിൻ, ടാബ്, ഇൻഡന്റ് മുതലായവ ക്രമീകരിക്കാനാണ് റൂളർ ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം ഹൗ ടു മോഡിഫൈ എ പാസ്വേഡ് ഗീവൺ ടു പ്രൊട്ടക്ട് എ ഡോക്യുമെന്റ്. ഒരു ഡോക്യുമെന്റിന്റെ പാസ്വേഡ് എങ്ങനെ മാറ്റി പുതിയ പാസ്വേഡ് നൽകാമെന്നതാണ്. അതിന്റെ ഉത്തരമാണ് നമ്മുടെ പാസ്വേഡ് മറ്റൊരാൾ മനസ്സിലാക്കിയാൽ നമുക്കത് മാറ്റി കൊടുക്കാമെന്നതാണ്. അതിനായി തുറക്കേണ്ടടുത്ത് ഇപ്പോഴുള്ള പാസ്വേഡ് കൊടുത്ത് മോഡിഫൈ പാസ്വേഡിൽ പുതിയ പേര് കൊടുക്കുക എന്നുള്ളതാണ്. ഇനി അടുത്ത ചോദ്യമാണ് വാട്ട് ആർ ദ സ്റ്റെപ്പ് ഫോർ പ്രിന്റിംഗ് ഡോക്യുമെന്റ്സ് മൾട്ടിപ്പിൾ പേജ് ഇൻ എ സിംഗിൾ ഷീറ്റ് ഓഫ് പേപ്പർ. ഒരു ഡോക്യുമെന്റിൽ ഒന്നിൽ കൂടുതൽ പേജ് ഒറ്റ പേപ്പറിൽ എങ്ങനെ എടുക്കാമെന്നതാണ്. അതിന് നമ്മൾ ഫസ്റ്റ് ഒരു ഡോക്യുമെന്റ് തുറക്കാം. ഓഫീസ് ബട്ടണിൽ നിന്ന് പ്രിന്റ് തിരഞ്ഞെടുക്കും.
അവിടെ എത്ര കോപ്പി വേണം, ഏതൊക്കെ പേജ് വേണം, പ്രിന്ററിന്റെ പേര് മുതലായവ കൊടുക്കാം. നമുക്ക് വേണ്ട പേപ്പറിന്റെ അളവ്, ഒരു പേപ്പറിൽ എത്ര പേജ് വരണം എന്നതും കൊടുക്കാം. എന്നിട്ട് ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അടുത്ത ചോദ്യമാണ് വാട്ട് ഈസ് ടൂൾ ബാർ? എന്താണ് ടൂൾ ബാർ? മൈക്രോസോഫ്റ്റ് വേർഡിൽ എളുപ്പത്തിലും വേഗത്തിലും നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ കമാൻഡ് ലഭ്യമാക്കിയിരിക്കുന്ന ടൂൾ ബാറിലാണ്. ഇനി ഇതിൽ കുറച്ച് ഷോർട്ട് കട്ട് കീ ഉണ്ട്. ഓക്കെ, ബാക്കി ഭാഗങ്ങളൊക്കെ അടുത്ത ചാപ്റ്ററിലാണ് വരുന്നത്. മൈക്രോസോഫ്റ്റ് വേർഡ് ഫുൾ ആയിട്ട് ഈ ചാപ്റ്ററിൽ വരുന്നില്ല. അടുത്ത ചാപ്റ്റേഴ്സിൽ ഇതില് ഡോക്യുമെന്റ് ഫോർമാറ്റിംഗ് ഒക്കെ അടുത്ത ചാപ്റ്ററിൽ വിശദമായിട്ട് വരുന്നുണ്ട്. റിബൺ ബട്ടൺ ഏതൊക്കെയാന്നുള്ളത്. ഇപ്പൊ മൈക്രോസോഫ്റ്റ് വേർഡിന്റെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഈ ചാപ്റ്ററിന്റെ പേര് പറയുന്നുള്ളൂ. ഇതിൽ നമുക്ക് പരീക്ഷയ്ക്ക് കുറച്ച് ഷോർട്ട് കട്ട് കീ ചോദിക്കാറുണ്ട്. അത് നമ്മൾ ഒരു ഫയൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ അതിനൊരു ഷോർട്ട് കട്ട് കീ Ctrl+O, കൺട്രോള് അതിന്റെ കൂടെ Ctrl+O എന്നുള്ളതാണ് അടിക്കേണ്ടത്. ക്ലോസ് എ ഫയൽ ക്ലോസ് ചെയ്യണമെങ്കിൽ Ctrl+W. ഇതൊക്കെ ഓഫീസ് ബട്ടൺ ഉണ്ട്, അതിലൊക്കെ ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഹെൽപ്പ്, നമുക്ക് എന്തെങ്കിലും ഹെൽപ്പിലാണ് F1 ആണ്. ഫൈൻഡ്, എന്തെങ്കിലും കണ്ടെത്തണം, ഒരുപാട് വേർഡ്സ് ടൈപ്പ് ചെയ്തു അതിന്റെ അടിയിൽ നിന്ന് ഒന്ന് കണ്ടെത്തണം, Ctrl+F. അടുത്ത ഗോ ടു ബിഗിനിങ് ഓഫ് എ ലൈൻ, ഒരു ലൈന് തുടങ്ങണേ ഹോം ബട്ടണിലാണ്, റിബൺ ബട്ടണായ ഹോം ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അടുത്ത ഗോ ടു എൻഡ് ലൈൻ എൻഡ് ചെയ്യാൻ എൻഡ് ബട്ടൺ. ലെഫ്റ്റ് അലൈൻമെന്റിന് Ctrl+L ആണ്. സെൻട്രൽ അലൈൻമെന്റ് അതിന് Ctrl+E. റൈറ്റ് അലൈൻമെന്റ് Ctrl+R. ബാക്ക് പേജ് ബ്രേക്ക് Ctrl+Enter. ഒരു പേജിൽ നിന്ന് ബ്രേക്ക് ചെയ്തിട്ട് അടുത്ത പേജിലേക്ക് പോകാൻ Ctrl+Enter. ന്യൂ ഫയൽ Ctrl+N. സേവ് Ctrl+S. നമ്മൾ ചെയ്ത കാര്യങ്ങൾ സേവ് ചെയ്യാൻ Ctrl+S. അതേപോലെ തന്നെ പ്രിന്റ് Ctrl+P. സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ചെക്ക് F7. സെലക്ട് എന്റർ, മൊത്തം ഡോക്യുമെന്റ് സെലക്ട് ചെയ്യാൻ നമ്മൾ മൗസ് ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്ത് വലിച്ചാൽ മതി, അല്ലെങ്കിൽ Ctrl+C. കട്ട് ചെയ്യാൻ ഇതൊക്കെ നമ്മൾ ഓഫീസ് ബട്ടണിലുണ്ട്, അല്ലെങ്കിൽ മൗസിന്റെ വലത് ബട്ടണിൽ അമർത്തിയാലും കിട്ടും, അല്ലെങ്കിൽ ഷോർട്ട് കട്ട് കീ Ctrl+X. കോപ്പി ചെയ്യാൻ Ctrl+C. പേസ്റ്റ് ചെയ്യാൻ Ctrl+V. ബോൾഡ്, എഴുതിയ ലൈനുകളൊക്കെ നല്ല കട്ടി കൂട്ടണം Ctrl+B. അണ്ടർലൈന് Ctrl+U. ഇത് നമ്മൾ ചെയ്ത് വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ അതിൽ തന്നെ ക്ലിക്ക് ചെയ്യും. ഇപ്പൊ ബോൾഡ് ആക്കി Ctrl+B കൊടുത്തു. വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ Ctrl+B അടിച്ചിട്ട് അത് ഒഴിവാക്കണം. ഡബിൾ അണ്ടർലൈൻ ആണെങ്കിൽ Ctrl+Shift+D. വെറും അണ്ടർലൈൻ ആണെങ്കിൽ Ctrl+U. എല്ലാ ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ Ctrl+Shift+A. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഓക്കെ, ഇനി ഇതിൽ ഒരു ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട്, അതുകൂടി പറഞ്ഞു നിർത്തും. ഹൗ ടു മാനേജ് എ ഡോക്യുമെന്റ്? ഒരു ഡോക്യുമെന്റ് മാനേജ് ചെയ്യുന്നത് എന്തിനാണ്? ഉത്തരം: 1, പുതിയ ഡോക്യുമെന്റ് ഉണ്ടാക്കാൻ. 2, നിലവിലുള്ള ഡോക്യുമെന്റ് തുറക്കാൻ. 3, സേവ് ചെയ്യാൻ. 4, പ്രിന്റ് ചെയ്യാൻ. 5, ക്ലോസ് ഡോക്യുമെന്റ് ക്ലോസ് ചെയ്യുക. അത് മെനു ബാറിൽ നിന്ന് ക്ലോസ് ബട്ടണ് ക്ലിക്ക് ചെയ്യുക. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. MS വേർഡിന്റെ വളരെ കുറഞ്ഞ പാർട്ട് മാത്രമേ എടുത്തുള്ളൂ, ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിലെടുക്കും. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇനി ഡീപ്പായിട്ട് പറയുകയാണെങ്കിൽ എന്റെ നമ്പറുമായി ബന്ധപ്പെടുക. അതേപോലെ തന്നെ അഡ്മിഷൻ സംബന്ധമായ ആവശ്യങ്ങൾ ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മുടെ സെന്ററിന്റെ കീഴിൽ SSLC, +2, ഡിഗ്രി, PG അഡ്മിഷന് കേരളത്തിലും ലക്ഷദ്വീപിലും ഗൾഫിലുള്ള മലയാളികൾക്കും എല്ലാം നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇരുന്ന് നിങ്ങൾക്ക് പഠിക്കാം. നിങ്ങളുടെ ജില്ലയിൽ തന്നെ പരീക്ഷ എഴുതാം. വളരെ കുറഞ്ഞ ഫീസിൽ അതിന്റെ രജിസ്ട്രേഷൻ വർക്കുകൾ, ക്ലാസ്സുകൾ, ഗൈഡുകൾ, അസൈൻമെന്റ് വർക്കുകൾ, പ്രാക്ടിക്കൽ വർക്കുകൾ എല്ലാം നമ്മൾ ചെയ്തു തരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് NS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിന്റെ വാട്സ്ആപ്പ് നമ്പറായ 9037114679 എന്ന് പറയുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.